11ാമത്തെ രാഷ്ട്രപതിയുമായ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനം കൂടിയാണ്. 1931 ഒക്ടോബർ 15 തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ജനിച്ചു. പ്രധാന ആണവ ശാസ്ത്രജ്ഞനും ദൂരവീക്ഷണമുള്ള ഒരു ചിന്തകനുമായിരുന്നു അദ്ദേഹം. അധ്യാപകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിലും പ്രശോഭിച്ചു. മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കൊണ്ടുവരുന്നവരിൽ ആദ്യത്തെ ആൾ നിങ്ങളാവട്ടെ എന്നതായിരുന്നു ലോകത്തിനായി കലാം നൽകിയ സന്ദേശം. മാറ്റം എന്നത് പ്രകടമായി സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തരികയും ചെയ്തു. ISROയിലെ ശാസ്ത്രജ്ഞനിൽ നിന്ന് ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയിലേക്കുള്ള മാറ്റം വലുതായിരുന്നു. നേട്ടങ്ങളുടെ കൊടുമുടിയിലെത്തിയിട്ടും വിനയത്തിൽ പൊതിഞ്ഞ ഒരു പുഞ്ചിരി മാത്രമായിരുന്നു കലാമിന്റെ സമ്പാദ്യം. പണം കൊണ്ട് എന്തു നേടിയാലും അത് നഷ്ടമാകാൻ കണ്ണു ചെയ്യുന്ന നേരം മതി എന്ന് അദ്ദേഹം പ്രചരിപ്പിച്ചു. ഇന്ത്യ കണ്ട മികച്ച ശാസ്ത്രജ്ഞനായിരുന്ന കലാം ജനകീയ രാഷ്ട്രപതി എന്ന പേര് സമ്പാദിച്ചത് ഒരൊറ്റ ഫോർമുല ഉപയോഗിച്ചാണ്. സ്വപ്നങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും മുമ്പ് തന്നെ സ്വപ്നങ്ങളെ കൈപ്പിടിയിലാക്കുക. മിസൈൽ രൂപകൽപ്പനയിൽ വിദഗ്ധനായ അദ്ദേഹം അഗ്നിച്ചിറകുള്ള മനുഷ്യൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിൽക്കാലത്ത് അഗ്നിച്ചിറകുകൾ എന്ന പേരിൽ ആത്മകഥ എഴുതുകയും ചെയ്തു. ലോകമെമ്പാടുമുള്ള 1 കോടിയിലധികം വിദ്യാർത്ഥികളുമായി സന്ധിക്കുകയും സംഭാഷണം നടത്തുകയും ചെയ്തു. വിദ്യാർത്ഥികൾ തങ്ങളുടെ ഭാവി എങ്ങനെ കൈപിടിപ്പിക്കണം എന്നൊക്കെ ലളിതമായി പറഞ്ഞുകൊടുത്ത് വിദ്യാർത്ഥി സമൂഹത്തെ പ്രോത്സാഹിപ്പിച്ചു. You have to do 4 things, okay? Number 1, repeat with me. Number 1, you repeat. Number 1, Great faith. great faith. I will have great faith. I will have great faith. I will continuously acquire knowledge. Continuously acquire knowledge. Continuously acquire knowledge. Oh, I will do hard work. I will do hard work. I will persevere I will persevere and succeed. and succeed. Okay, that's the mantra. Thank you, sir. Thank you so much. I am pure English. Study in Malayalam medium. മലയാളത്തിൽ പറയും. സ്വപ്നങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരും മുമ്പ് സ്വപ്നങ്ങളെ കൈപ്പിടിയിലാക്കി നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാ കൂട്ടുകാർക്കും